RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ലീഗിലെ റൗണ്ട് ഓഫ് 16 മത്സരങ്ങളെ കുറിച്ചാണ്. ഒരു ലോഡ് മത്സരങ്ങളാണ് ഒരേ ടൈമിൽ നടക്കുന്നത്. ഇന്ത്യൻ സമയം 1:30-നും 11:15-നായിട്ടാണ്. 11:15 ഒറ്റ മത്സരമുള്ളൂ. ബാക്കി 3 മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് നാളെ പുലർച്ചെ 1:30 മണിക്കാണ് നടക്കാൻ പോകുന്നുള്ള കാര്യമാണ്. ഫുട്ബോൾ പ്രേമികളെ ഒന്നടങ്കം സങ്കടത്തിലാക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ കളികളും കൂടെ ഒരുമിച്ച് അവർ കൊണ്ടുവച്ചിട്ട് മറ്റന്നാൾ നടക്കുന്ന മത്സരം റയലിന്റെ സിറ്റിയുടെ മത്സരമുണ്ട്, അതേപോലെ തന്നെ ചെൽസി വിസസ് PSG മത്സരമുണ്ട്. ഏത് മത്സരം കാണാം? അതേപോലെ ഫുട്ബോൾ പ്രേമികളെ ധർമ്മസങ്കടത്തിലാക്കുന്ന ഒരു പരിപാടിയാണ് ഈ UEFA എന്ന് പറയുന്ന സംഘടന ഞങ്ങളോട് ഈ ചതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് വലിയ തന്നെയാണ്. ഇവർക്ക് ഒന്നല്ലെങ്കിൽ കുറച്ച് നേരത്തെ ഒരു കളി 2 കളി 9:30 മണിക്കും അതിനുശേഷം 2 കളി ഇത് 1:30 മണിക്കൊക്കെ വെച്ച് കഴിഞ്ഞാല് സുഖമായിട്ടിരുന്ന് കാണാലോ. ഈ 1:30 മണി എന്നുള്ള കാര്യമൊക്കെ നോമ്പ് സമയമാണ്. മൊത്തത്തില് ഉറക്കം നിങ്ങൾ കംപ്ലീറ്റ് അങ്ങോട്ട് പോയി കിട്ടും. 1:30 മണിക്ക് കളിയും കഴിഞ്ഞ് അത്താഴം കഴിച്ചിട്ട് സുഖമായിട്ട് കിടക്കാന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഡ്യൂട്ടിക്ക് പോകേണ്ട കാര്യം ആലോചിക്കുമ്പോൾ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഡ്യൂട്ടിക്ക് ഉറക്കച്ചടവോടുകൂടി പോകാനുള്ള ഇതാണ് എല്ലാ ഫുട്ബോൾ പന്ത് കളി പ്രേമികൾക്കും വിധിച്ചിട്ടില്ല, അല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പോ നമുക്ക് ആദ്യ മത്സരം 11:15-നാണ് ഗലത്തസറായിയുടെ ഹോം ഗ്രൗണ്ടിൽ ലിവർപൂള് വരുന്നുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായിരിക്കും ഈ കളിയെക്കുറിച്ച്, ഈ കളിയിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നുള്ളതിൽ ഗലത്തസറായി ജുവന്റസ് ആയിട്ട് അട്ടിമറിയും, അതേപോലെ തന്നെ കംബാക്കുകളൊക്കെ ഒരു ഗോള് അടിച്ചു കൂട്ടുകയും സെക്കൻഡ് ലെഗിൽ വന്നിട്ട് ജുവന്റസിന്റെ ഹോം ഗ്രൗണ്ടിൽ വന്നിട്ട് സമനില നേടി 5-5 അതിനുശേഷം എക്സ്ട്രാ ടൈമിൽ ഗോളുകൾ അടിച്ചിട്ടാണ് അവര് ഈ റൗണ്ട് ഓഫ് 16 എത്തിയിരിക്കുന്നത്. ലിവർപൂളിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവര് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കാലടറി 5-6 സ്ഥാനങ്ങളിലേക്കാണ് കിടക്കുന്നതെന്നൊക്കെ ശരിയാണ്. പക്ഷെ ചാമ്പ്യൻസ് ലീഗിൽ അവര് റൗണ്ട് ഓഫ് 16 ഡയറക്റ്റ് ആ ഒരു ഫസ്റ്റ് 8 സ്പോട്ടിൽ കിട്ടിയിട്ട് അവർ കയറിയതാണ്. അപ്പോ അവര് ചാമ്പ്യൻസ് ലീഗ് നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇതിന് മുമ്പുള്ള മത്സരങ്ങൾ ബോൾസ് ആയിട്ടൊക്കെ പരാജയപ്പെട്ടു. അതിനുശേഷം FA കപ്പിൽ വീണ്ടും ബോൾസിനെ പരാജയപ്പെടുത്തി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ട് വരികയാണ്. തോൽവി, സമനില, വിജയം, അങ്ങനെ മിക്സ് ആയിട്ട് ഒരു എന്താ പറയുക, ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ വിജയങ്ങളുടെ ഇതൊന്നും ഇല്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഗലത്തസറായിക്ക് എത്രമാത്രം ലിവർപൂളിനെ വെല്ലുവിളിക്കാനാവുന്നുള്ളത് നാളത്തെ അവരുടെ ഹോം ഗ്രൗണ്ട് ആണ്. അതിന്റെ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടെങ്കിൽ ശരിയാണ്. പക്ഷെ ചുരുങ്ങിയത് ഒരു 2 ഗോളെങ്കിലും ഇവിടെ ലീഡ് ഗലത്തസറായി നേടിയില്ലെങ്കിൽ ആൻഫീൽഡിൽ പോയിട്ട് അവിടെ പോയിട്ട് ലിവർപൂളിനെ അടിക്കുക എന്ന് പറഞ്ഞ കാര്യം വലിയ കഷ്ടമാണ്. പക്ഷേ ഈ സീസണിൽ ഒരുപാട് ടീമുകളൊക്കെ അടിച്ചിട്ടുണ്ടെന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഫോമൊക്കെ വെച്ച് നോക്കുമ്പോൾ ചാമ്പ്യൻസ് ലീഗ് ആണ് അവർക്ക് ഇനി കരബാവോ കപ്പ് ഒന്ന് പുറത്തായിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്തായാലും അവര് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടുന്ന പോലെ ഡൗട്ടാണ്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡും ചെൽസിയും ഒക്കെ അസംബ്ലിയൊക്കെ മുന്നിലുണ്ട്, ഒരുപാട് പോയിന്റ് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഡൗട്ടുള്ള കാര്യമാണ്. എന്നാലും അവര് ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയ്ക്ക് വേണ്ടി പോരാടുമെന്ന് വിചാരിക്കുന്നു. അതിന് എപ്പം തന്നെ ഇതില് ചാമ്പ്യൻസ് ലീഗിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇനി FA കപ്പ് മാത്രമുള്ള അവർക്കുള്ള ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ. അത് അടുത്ത നടക്കാൻ പോകുന്ന FA കപ്പിന്റെ ഫിക്ചർ വന്നിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടാണ് മത്സരിക്കാൻ വരുന്നത്. അപ്പൊ സിറ്റിക്ക് ഈ സീസണിൽ എവിടെ പോയാലും പണി എന്ന് പറഞ്ഞ പോലെ ആഴ്സണല് കരബാവോ കപ്പിന്റെ ഫൈനലിൽ വരുന്നുണ്ട്. ആഴ്സണലായിട്ട് ലീഗിൽ മത്സരം വരാനുണ്ട്. അതേപോലെ ഇതിലിപ്പോ ലിവർപൂളാണ്. അപ്പൊ ടൈറ്റ് ഷെഡ്യൂളാണ്. റയൽ മാഡ്രിഡ് ആയിട്ട് ചാമ്പ്യൻസ് ലീഗിൽ കളി വരുന്നുണ്ട് മറ്റന്നാള്. അപ്പൊ എന്തായാലും സിറ്റിന്റെ കാര്യം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് കണ്ടു തന്നെ അറിയണം. പെപ് ഗാർഡിയോള എന്തൊക്കെ തന്ത്രങ്ങൾ. പക്ഷെ അവരുടെ സ്ക്വാഡ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോ പരിക്കുകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അവരുടെ മുന്നിലൊരു കാര്യം. അപ്പോൾ നമുക്ക് അടുത്ത കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ടിൽ നമ്മുടെ ബാഴ്സ എത്തുക എന്നുള്ള കാര്യമാണ്. ബാഴ്സ ഇപ്പൊ അവസാന മത്സരത്തിൽ ലാലീഗിൽ കഷ്ടിച്ച് യമാലിന്റെ മാജിക്കിൽ എന്ന് പറയാം രക്ഷപ്പെട്ടു വന്നൂന്നേ. ഒരു പോയിന്റ്, ഒരു ഗോൾ നേടിയിട്ട് അവര് എത്തിയതാണ്. അവർ നേരിട്ട് ചാമ്പ്യൻസ് ലീഗിൽ റൗണ്ട് 8 കയറിയിട്ടുണ്ടായിരുന്നു. 8ാം സ്ഥാനത്ത് കയറിയിട്ട് അവർ നേരിട്ട് റൗണ്ട് ഓഫ് 16 യോഗ്യം നേടുകയാണ്. ഒരു സമയത്ത് 15-16 സ്ഥാനത്തൊക്കെ ഇരുന്നാണ്. പക്ഷെ അവസാനത്തെ ഒറ്റ മത്സരം കൊണ്ട് ബാഴ്സലോണ അതിനെല്ലാം തിരുത്തി കുറിച്ച് റൗണ്ടിലെത്തിക്കുകയാണ്. ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെ ഇതിനു മുമ്പ് നടന്ന മത്സരത്തിൽ 2-1 വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അത് റൗണ്ട് സ്റ്റാർട്ടിങ്ങിലാണ്, ഗ്രൂപ്പ് സ്റ്റേജിലേക്കാണെന്ന് പറയാം. പക്ഷെ ഇത് 2 ലെഗ് മത്സരങ്ങളാണ്. അതും റൗണ്ട് ഓഫ് 16 ആണ്. ക്വാർട്ടർ ഫൈനലിലേക്കുള്ള പടി വെക്കാനുള്ള ഒരു ഇതാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹോമിന്റെ അഡ്വാൻറ്റേജ് പരമാവധി യൂസ് ചെയ്യാൻ പറ്റും ന്യൂകാസിലിനും അതേപോലെ തന്നെ ബാഴ്സലോണയ്ക്കും. എന്താണ് സംഭവിക്കുക നാളത്തെ കളി നോക്കുകയാണെങ്കിൽ ബാഴ്സലോണ ഇവിടെ നിന്ന് ഒരു 2-1 2-0 വിജയം നേടിയാലാണ് അവിടെ ക്യാമ്പ്നൂവിൽ പോയിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് കളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ അത്ലറ്റിക്കോ മഡ്രിഡിനെ പോലെ അബദ്ധങ്ങളൊക്കെ വാങ്ങിച്ച് കൂട്ടിക്കഴിഞ്ഞ് 4 ഗോളിന്റെ തോൽവിയൊക്കെ ന്യൂകാസിലിന്റെ ഗ്രൗണ്ടിൽ വാങ്ങിച്ചൊരു ന്യൂ ക്യാമ്പിൽ പോയിട്ട് തിരിച്ചു വരിക എന്നുള്ള കാര്യം എന്താ പറയാ, അത് നടക്കാത്ത കാര്യമാണ്. അതിപ്പോ നമുക്ക് അത്ലറ്റിക്കോ മഡ്രിഡിൽ കണ്ടതാണ്. അങ്ങനെ കോപ്പ ഡെൽ അത്ലറ്റിക്കോ മഡ്രിഡിനോട് പരാജയപ്പെട്ടിട്ടാണ് ബാഴ്സ വരുന്നത്. ആ ലീഗിൽ ഇപ്പൊ ടോപ്പിലാണ്, റയലിനെക്കാളും 4 പോയിന്റ് ലീഡ് ഒക്കെ എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ആ ഒരു സ്ക്വാഡ് ഡെപ്തിൽ
ഫുൾ ടീമായിട്ട് കളിക്കുമ്പോഴാണ് ആ പവർ ബാഴ്സ കിട്ടുന്നത്. ആരെങ്കിലും പെഡ്രിയോ അല്ലെങ്കിൽ റഫീനിയോ യമാലോ സ്ക്വാഡിൽ ഇല്ലെങ്കിൽ തീർന്നു ബാഴ്സയുടെ കാര്യം. അങ്ങനെയാണ് ബാഴ്സയുടെ ഈ സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ പരിക്കളൊന്നും വലിയ കാര്യമായിട്ട് ബാഴ്സ അലച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതേപോലെ സ്ട്രൈക്കർമാരായ ലെവൻഡോസ്കിന്റെയും ഫെറാൻ ടോറസിന്റെയും ആ ഒരു ഫോമില്ലായ്മ ഭയങ്കരമായിട്ട് ബാഴ്സ അലട്ടുന്നുണ്ട്. ഡിഫൻസിലൊക്കെ ഒരു പരമാവധി അവർ ഓഫ്ലൈൻ ട്രാപ്പും അതേപോലെ തന്നെ ഉള്ള പിള്ളേരൊക്കെ കുബാർസി ആയിക്കോട്ടെ ജെറാർഡ് മാർട്ടിൻ ആയിക്കോട്ടെ എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ന്യൂകാസ്റ്റലിന്റെ ഗോളടി യന്ത്രമുണ്ടല്ലോ ഗോർഡൻ, ചങ്ങായി ചാമ്പ്യൻസ് ലീഗിൽ സെക്കൻഡാണ്. എംബാപ്പയ്ക്ക് തൊട്ട് പുറകിലാണ് ഈ ചങ്ങായി ഗോൾ സ്കോർ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ആളിനെയൊക്കെ മറികടന്ന് ഇപ്പൊ അവസാനം നടന്ന മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള ലീഗ് മത്സരത്തിൽ അവര് 3-1 ലീഗിലല്ല FA കപ്പിലാണ് തോന്നുന്നത്, FA കപ്പിൽ 3-1 പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ന്യൂകാസ്റ്റലിനെ ഒന്നും എഴുത്തള്ളാൻ പറ്റില്ല. അവരുടെ ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതേപോലെ തന്നെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ബാഴ്സയ്ക്ക് ഇവിടുന്ന് ചുരുങ്ങിയത് ഒരു 2-0 അല്ലെങ്കിൽ 2-1 വിജയം കൊണ്ടേ ക്യാമ്പ് നൂവിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമാണ് അടുത്ത റൗണ്ടിലേക്ക് കയറേണ്ട കാര്യം ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പൊ എന്തായാലും നല്ല ഒരു ടൈറ്റ് മത്സരമാണ്. എല്ലാവരും പറയുന്നുണ്ട് ബാഴ്സ സിമ്പിളായിട്ട് ന്യൂകാസ്റ്റലിനെ അടിക്കുന്നുള്ള കാര്യമൊക്കെയാണ്. പക്ഷെ എന്നാലും ഇത് ചാമ്പ്യൻസ് ലീഗ് ആണ്, അതും അവരുടെ ഹോം ഗ്രൗണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ എന്തായിരിക്കും നാളത്തെ മത്സരത്തിന്റെ റിസൾട്ട്? നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു മത്സരം നോക്കുകയാണെങ്കിൽ അറ്റ്ലാന്റ വിസസ് ബയൺ മ്യൂണിക്ക്. അറ്റ്ലാന്റയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരമാണ്. ബയൺ മ്യൂണിക്കിന് എനിക്ക് തോന്നുന്നില്ല വലിയ സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് അറ്റ്ലാന്റയെ അങ്ങോട്ട് അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് അടിക്കാൻ പറ്റും തോന്നുന്നില്ല. എന്നാലും ഒരു 2-0 അല്ലെങ്കിൽ 2-1 മാർജിനിൽ ബയൺ മ്യൂണിക്ക് വിജയിക്കുന്നതിനാണ് വിചാരിക്കുന്നത്. ബയൺ മ്യൂണിക്ക് അവരുടെ ബുണ്ടസ് ലീഗിലും കിടിലൻ പെർഫോമൻസ് ആണ്. അതേപോലെ തന്നെ ഇവിടെ ചാമ്പ്യൻസ് ലീഗിൽ ആകെ പരാജയപ്പെട്ടത് ആഴ്സണലോടും കൂടെ മാത്രമാണ്. ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് നേടാനുള്ള എന്റെ ടോപ്പ് പ്രയോറിറ്റിയിലുള്ള 2 ടീമുകളാണ്, ഒന്ന് ആഴ്സണലും ബയൺ മ്യൂണിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഇപ്പോഴും അടിയുറച്ച് പറയുകയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ സ്കോട്ട് ഡെപ്തും അതേപോലെ മൂസിയാലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതേപോലെ കിടിലൻ സ്കോട്ട് ഡെപ്തും കാര്യങ്ങളാണ്. അവർ ബയൺ മ്യൂണിക്ക് അവിടെ ബുണ്ടസ് ലീഗിൽ കളിക്കുന്നതുകൊണ്ട് വലുതായിട്ട് നമ്മൾ അതിനെ കുറിച്ചൊന്നും സംസാരിക്കാറില്ല. പക്ഷെ ചാമ്പ്യൻസ് ലീഗ് അവരുടെ കളി കാണാറുണ്ട്. അവര് കിടിലൻ പെർഫോമൻസ് ആണ്. അറ്റ്ലാന്റ ലുക്കുമാനൊക്കെ അറ്റ്ലാന്റയിൽ പോയിട്ട് മാഞ്ചസ്റ്റർ സിറ്റിയിൽ കിടിലൻ ഫോമിലാണ്. പക്ഷെ എന്നാലും അറ്റ്ലാന്റ അവരുടേതായ രീതിക്ക് ടോപ്പ് 8 കയറുമെന്നാണ്. പെട്ടെന്നുള്ള ആ ഒരു ജമ്പിങ് ആയിരുന്നു അവരുടെ അവസാന മത്സരത്തിൽ വിജയിച്ചിട്ട്. അപ്പോൾ അറ്റ്ലാന്റയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്. അറ്റ്ലാന്റ പരമാവധി ഗോൾ വഴങ്ങാതെ ഡിഫെൻഡ് ചെയ്തിട്ട് 1-2 ഗോൾ അടിക്കാനേ നോക്കുള്ളൂ. ബാക്കി ബയൺ മ്യൂണിക്കിന്റെ അരീനയിൽ പോയിട്ട് നോക്കാന്നുള്ള ഒരു ഇതിൽ തന്നെയായിരിക്കും അറ്റ്ലാന്റ കളിക്കുന്നത്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ അറ്റ്ലാന്റിക്കോ മാഡ്രിഡ് വിസസ് ടോട്ടൻഹാം ഹോട്ട്സ്പർ ആണ്. ഒരു 2 ടീമുകൾ തുല്യശക്തികളെന്ന് പറയാം. ടോട്ടൻഹാം ഹോട്ട്സ്പർ അവിടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വല്ലാത്തൊരു അവസരം കിടക്കുന്നത്. ഏത് സമയം റിലിഗേഷൻ സോണിലേക്ക് വരെ പോകാന്നുള്ള ആ ഒരു ലെവലിലേക്ക് കിടക്കുന്നത്. അറ്റ്ലാന്റിക്കോ മാഡ്രിഡ് ആണെങ്കിൽ ഇപ്പോ കോപ്പ ഡെൽ റേയുടെ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ബാഴ്സ 4-0 പരാജയപ്പെട്ട് സെക്കൻഡ് ലെഗിൽ 3-0 അവർ പരാജയം ഏറ്റുവാങ്ങിയാലും അവർ ആ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു കോൺഫിഡൻറ്റും കൂടിയിട്ടാണ് അവർ ഇവിടെ വരുന്നത്. ലീഗിൽ 4ാം സ്ഥാനത്തേക്കാനുള്ള കാര്യമാണ്, ശരിയാണ് ലാ ലീഗിൽ. പക്ഷെ ടോട്ടൻഹാം ഹോട്ട്സ്പറിനെ അട്ടിമറിക്കാനുള്ള എല്ലാ സംഭവങ്ങളും സിമിയോണിയുടെ പിള്ളേർക്ക് ഉണ്ടെന്നുള്ള കാര്യമാണ്. എല്ലാവരും മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ടാക്ടിക്സ് അറിയാം, ഏത് ടീമിനോട് എങ്ങനെ കളിക്കുന്നത്. ടോട്ടൻഹാം ഹോട്ട്സ്പർ ആണെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വമ്പൻ പരാജയമാണ്. ഈ 2026 അവർ തോൽവികൾ കൊണ്ട് ഇങ്ങനെ വാലപ്പടക്കം തീർത്തിരിക്കുന്ന പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 16ാം സ്ഥാനത്തോ 15ാം സ്ഥാനത്തേക്കാണ് കിടക്കുന്നത്. ഏത് സമയത്ത് റിലിഗേഷൻ സോണിലേക്ക് വീഴാം എന്നുള്ള ഘട്ടത്തിലാണ്. എന്ത് സംഭവിക്കാം? പക്ഷെ അവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ കിടിലൻ പെർഫോമൻസ് ആണ്. ടോപ്പ് 5 ഉണ്ടായിരുന്നു, അവർ ടോപ്പ് 8 ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നാളത്തെ മത്സരം അവർക്ക് വേറെ ഒന്നുമില്ല, ഇനി ചിന്തിക്കാനൊന്നുമില്ല. എന്താ പറഞ്ഞാല് ചാമ്പ്യൻസ് ലീഗിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാൽ അതേ ഉള്ളൂ. എന്താന്ന് പറഞ്ഞാല് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോയി, കരബോ കപ്പ് പോയി, FA കപ്പ് പോയി, എല്ലാം പോയി കിടക്കാം. റിലേഷൻ സോണിൽ വരെ പോകാൻ ചാൻസ്. അപ്പൊ ചാമ്പ്യൻസ് ലീഗിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് അവരുടെ ഫുൾ എഫേർട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ മത്സരങ്ങൾ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരങ്ങളിൽ ഇപ്പോ ലിവർപൂളും ഗലറ്റസറായും തമ്മിലുള്ള മത്സരത്തിൽ വിജയിക്കുന്നവർ ചെൽസി വിസസ് PSG മത്സരത്തിൽ വിജയിക്കുന്നവരെയാണ് നേരിടുന്നത്. അതേപോലെ തന്നെ ബാഴ്സലോണ വിസസ് ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് ഇവര് നേരിടാൻ പോകുന്നത് അറ്റ്ലാന്റിക്കോ മാഡ്രിഡ് അല്ലെങ്കിൽ ടോട്ടൻഹാം ഹോട്ട്സ്പർ ആണ്. അറ്റ്ലാന്റിക്കോ മാഡ്രിഡ് ആണെങ്കിൽ ആ ഒരു കണക്ക് തീർക്കാനുണ്ട് അല്ലേ, ഏത് കോപ്പ ഡെൽ റേയിൽ ആ ഒരു കണക്ക് അവർ ഇവിടെ തീർക്കുക. എന്താ പറഞ്ഞാൽ അന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വാസിക്ക് ആ ഫസ്റ്റിലേക്ക് 4 ഗോളൊക്കെ അടിച്ചു കൂട്ടിയപ്പോൾ റഫീനിയും പെട്രിയും ഇല്ലാതെ ആ ഒരു സ്കോഡിനെതിരെയാണ് അടിച്ചതെന്നുള്ള കാര്യമാണ്. അപ്പൊ അതിന് ശരിക്കും ഒരു പകരം പെട്ടാനുള്ള അവസരമാണ്. അതിന് ന്യൂകാസ്റ്റലായിട്ട് വിജയിക്കണം. ന്യൂകാസ്റ്റലായിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ ടോട്ടൻഹാം ഹോട്ട്സ്പർ ആണ്. അതിനുശേഷം ആഴ്സണലാണ് സെമി ഫൈനലിൽ വരെ ആഴ്സണലാണ് വരാൻ ചാൻസ് ഉള്ളൂ. സെമി ഫൈനലിൽ വരികയാണെങ്കിൽ അപ്പോൾ ക്വാർട്ടറും പ്രീ ക്വാർട്ടറും കഴിഞ്ഞിട്ട് സെമി ഫൈനലിൽ എത്തുകയാണെങ്കിൽ ആഴ്സണലായിരിക്കും. അതുപോലെ തന്നെ ബയൺ മ്യൂണിക്കും അറ്റ്ലാന്റയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവര് വിജയിച്ചിട്ട് വരികയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡ് ആയിട്ട് നേരിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് PSG അല്ലെങ്കിൽ ചെൽസിയോ അല്ലെങ്കിൽ ലിവർപൂളൊക്കെ ആയിട്ടാണ്. അപ്പൊ ആ ഒരു സൈഡ് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. അത് പിക്ചർ വന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സൈഡിൽ ആഴ്സണലിനും ബാഴ്സലോണയ്ക്കൊക്കെ സിമ്പിൾ ആയിട്ട് സെമി ഫൈനലിൽ വരെ എത്താൻ വേണമെങ്കിൽ, സിമ്പിൾ ആയിട്ടല്ല വലിയ ടൈറ്റ് കോമ്പറ്റീഷൻ ഒന്നുമില്ല. എന്താ ആഴ്സണൽ നോക്കി കഴിഞ്ഞാൽ ബയർ ലെവർകുസൻ, സ്പോർട്ടിംഗ് CP, അതുപോലെ ബോർഡോ ഗ്ലിമിറ്റ് ഒക്കെയാണ് വരുന്നത്.
ബോർഡ് ലിമിറ്റ് എന്ത് ചരിത്രം തിരിക്കുന്നത് നമുക്ക് മറ്റന്നാളത്തെ മത്സരത്തോടുകൂടി അറിയാം. അപ്പോ എന്തായിരിക്കും ചാമ്പ്യൻസ് ലീഗിൽ ഇന്നത്തെ മത്സരങ്ങളുടെ റിസൾട്ട് നിങ്ങൾ കമന്റ് ബോക്സ് ഒന്ന് കമന്റ് ചെയ്യുക. ആരൊക്കെയാണ് വിജയിക്കുക, എത്ര ഗോൾ എന്നുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.